നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇതിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ നാഗ്പൂരേക്ക് തിരിച്ചേക്കുവാണ്. അതായത് നമ്മൾ NH-44 നമ്മൾക്ക് മഹാരാഷ്ട്രയിൽ വരുന്ന ഒരു സ്ഥലമാണ് നാഗ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പോക്കിന് ഏകദേശം ഒരു 9 മണിക്കൂർ ദൈർഘ്യമുണ്ട്. അതായത് ഗൂഗിൾ മാപ്പിൽ 9 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ പോകുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറും കൂടി അധികം വരും. അപ്പോൾ ഒരു 11-11.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യാത്രയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഇത്രയും കണ്ട പോലെയല്ല, നമ്മൾ ഈ പോകുന്ന പോക്കിൽ കാണാനുള്ള കാഴ്ചകൾ ഒത്തിരിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, വളരെ കുറവായിരിക്കും. കാര്യം മഹാരാഷ്ട്രയിൽ അങ്ങനെ വലിയ രീതിയിലുള്ള സംഭവങ്ങളും നമ്മൾ പോകുന്ന റൂട്ടിൽ കാണാനില്ല. അപ്പോൾ എന്തായാലും 11 മണിക്കൂർ യാത്ര ഇവിടെ തിരിക്കുകയാണ്. 495 കിലോമീറ്ററാണ് നമുക്ക് ഈ റൂട്ടിൽ ഇനി പാസ് ചെയ്യാനുള്ളത്. ഒത്തിരി പഞ്ഞികളുടെയും അതുപോലെ കടുകളുടെയും കൃഷികൾ കുറേ ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എവിടെയോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പോകുന്ന റൂട്ടിൽ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത്, ഞാൻ കൂടുതൽ ഓർക്കുന്നത് പൊന്നമ്മ എന്ന് പറഞ്ഞ ഒരു ടീച്ചറിനെയാണ്. എന്നെ ചെറുതിലെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ടീച്ചറാണ് പൊന്നമ്മ ടീച്ചർ. പൊന്നമ്മ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓരോരോ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓരോരോ കൃഷികളാണെന്ന്. അതൊക്കെ ഇപ്പം ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം നമ്മളെന്തായാലും ഒത്തിരി കൃഷികൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് കാണാനിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് മഹാരാഷ്ട്രയിലും തെലങ്കാനയും കൂടിയുള്ള യാത്രയിൽ കണ്ടു നോക്കാം, ഇതിനിടയിൽ എന്തൊക്കെയാണ് കാണാനുള്ള സംഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും വലിയ വലിയ വാഹനങ്ങളാണ് ഈ റൂട്ടിൽ. എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര കൂടുതലും മഹാരാഷ്ട്ര MH ബോർഡുകളുള്ള വാഹനങ്ങളാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്, ലോഡ് വണ്ടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ തെലങ്കാന ബോർഡർ കഴിയാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി ബാക്കി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത്. നമ്മളുടെ യാത്ര ഹൈദരാബാദിൽ നിന്ന് നേരെ നമ്മൾ മഹാരാഷ്ട്ര ആ റൂട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നാഗ്പൂരാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാഗ്പൂർ വരെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വഴിക്ക് നമ്മളെ ആന്ധ്ര മഹാരാഷ്ട്ര ബോർഡറിൽ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കൃഷിസ്ഥലം കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തിയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സംഭവം നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ സൈഡ് വന്നിട്ട് നമ്മളുടെ വെളുത്തുള്ളിയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളുടെ ഉള്ളിയുടെ തണ്ട്. അപ്പോൾ ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ, വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക എന്താ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. ഒരു ചേട്ടനുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ അകത്താണ്. അപ്പോൾ ഇനി പുള്ളിനോട് പെർമിഷൻ ചോദിക്കാണ്ട് അങ്ങോട്ട് കയറാനും പറ്റില്ല എന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി പറയുന്നത് നമ്മൾക്ക് അവിടെ അങ്ങോട്ട് കയറ്റില്ല, വരണ്ട, ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ഫ്രണ്ടിൽ ഒരു ഇന്ത്യൻ കൊടിയൊക്കെ ആയിട്ട് ഒരു സൈക്കിൾ പോകുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. പുള്ളിയുടെ പുറകിൽ തെലുങ്കാന നമ്പർ 15. ഓക്കെ, ഹായ് ബ്രോ, ഹായ് 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 ഹായ്. അപ്പോൾ പുള്ളീൻ്റെ നമ്മളെ പുറകിൽ നിന്ന് കൈയൊക്കെ പോയി കാണിക്കുന്നുണ്ട്. അടിപൊളി. പുള്ളി ഒരു വലിയ ഇന്ത്യൻ കൊടിയൊക്കെ ആയിട്ട് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് യാത്ര എന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ അപ്പോൾ ഇവിടെ ഒരു മല പോലെ ഒരു സംഭവം കണ്ടിട്ട് നിർത്തിയാണ്. സംഭവം ഞാനോടത്ത് മലയുടെ പൊക്കത്തൊരു കല്ലാണെന്നുള്ളത്, പക്ഷെ അതല്ല. ഇതെന്തൊരു കോട്ടയുടെ ഭാഗമാണ്, ഒരു കോട്ടയുടെ അവശിഷ്ടമാണ് നമ്മൾ അതിൻ്റെ പൊക്കത്ത് കാണുന്നത്. അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടോപ്പിലായിട്ടൊരു റൗണ്ട് ഷേപ്പിലൊരു ബിൽഡിങ് കാണാം. അപ്പോൾ അതിന് താഴെ മൊത്തം പൊളിഞ്ഞെടുക്കുകയാണ്. അതിന് താഴത്തേക്ക് വന്നാലും ആ ഷേപ്പിലുള്ള 2 എണ്ണം എക്സ്ട്രാ കാണാം. അപ്പോൾ ഒരു കോട്ടയുടെ 2 കവാടങ്ങൾ പോലെ ഇങ്ങനെ മതിൽ പോലെ പണിതെടുത്തേക്ക് കാണാം പാറയുടെ പൊക്കത്ത്. പാറകൾ നല്ല ഉരുണ്ട്, എന്താ പറയുക, അങ്ങനത്തെ ഒരു പാറ, ഒരു സ്റ്റൈലുള്ള പാറകളാണ്. അപ്പോൾ എന്തായാലും എന്തോ കോട്ടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പൊക്കത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈമില്ല. നമ്മൾ എത്തുമ്പോൾ അവിടെ മഹാരാഷ്ട്ര എത്തുമ്പോൾ തന്നെ ഒരു ടൈം ആകും. 11 മണിക്ക് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്തേക്ക് കാഴ്ചകളിലേക്ക് പോകുന്നില്ല. നമുക്ക് നേരെ തന്നെ ഹൈവേ വെച്ച് പിടിക്കാം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ. ഈ വണ്ടി എടുക്കുന്നത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എടുക്കാൻ നേരെ കാണുന്ന കാഴ്ച ഇതാണ്, ആട്ടിൻകൂട്ടാണ്. അപ്പോൾ ഇത് കൃഷിയാണ്, ഇവിടെ ആട്ടിൻകൂട്ടത്തിൻ്റെ സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഈ ഹൈവേ വരുമ്പോൾ പ്രത്യേകം ഹായ് 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 കൈയൊക്കെ ചൂണ്ടി കാണിക്കണ്ടായിരിക്കും. അപ്പോൾ ഈ ആട്ടിൻകൂട്ടങ്ങളുടെ എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് കേട്ടോ നമ്മളെ കാണുമ്പോൾ, ഈ ക്യാമറയൊക്കെ വെച്ച് പോകുമ്പോൾ. കേട്ടോ സൂപ്പർ കാഴ്ച കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ കടുകാണ്, കടുക് തോട്ടാണ് ഈ കാണുന്നത്. മൊത്തം പൂത്തിക്കുവാണ്, ഇങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ടോ.
നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ കാണുന്ന മൊത്തം കടുകാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണുന്ന ചോളമാണ്. അപ്പോൾ ആ സൈഡിലും ഈ സൈഡിൽ ചോളവും കടുകും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ, ക്ലാസ് കാഴ്ചയാണ്. നമ്മൾ മഹാരാഷ്ട്ര കയറാറായി. അപ്പോൾ ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിലെ കാഴ്ചകൾ എന്താണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം ഇനി 2 മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാഗ്പൂർ എത്തും. അപ്പോൾ ഞാൻ ഒരു കാഴ്ച മനസ്സിലാം. ഇവിടെ നിങ്ങൾ ഈ റോഡിൻ്റെ സൈഡുകളിൽ കാണുന്ന ഇഷ്ടംമാതിരി പഞ്ഞി കാണാൻ പറ്റും. കണ്ടോ, പഞ്ഞിയാണ് സംഭവം. ഒത്തിരി കാണാൻ പറ്റും. നമ്മളുടെ ഈ ഹൈദരാബാദ് മഹാരാഷ്ട്ര റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി പഞ്ഞി കാണാൻ പറ്റും. ഇങ്ങനെ ഇഷ്ടംപോലെ പഞ്ഞി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നേരെ ഇതുണ്ടോ, ഈ കാണുന്നത് മൊത്തം പഞ്ഞി കൃഷിയാണ്. അതായത് പഞ്ഞിത്തോട്ടാണ്. അതിപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു വഴി ഇവിടെ ഇല്ല. ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഹൈദരാബാദ് നിന്നും മഹാരാഷ്ട്ര, അതായത് നമ്മൾ ഈ റൂട്ട് പോകുകയാണെങ്കിൽ ഹൈദരാബാദിൽ നിന്നും നമ്മൾ നാഗ്പൂർ പോകുന്ന റൂട്ടിൽ 2 സൈഡും കാണാൻ പറ്റുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പന്നി കൃഷിയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും നടുക്കൊക്കെ ഇട്ട് ഇങ്ങനെ പഞ്ഞി ഇങ്ങനെ കിടക്കുക, കെട്ടിട്ടായിട്ട് ഇങ്ങനെ പഞ്ഞി കുറേ ഉണ്ട് കേട്ടോ. ഏകദേശം 10-200 കിലോമീറ്റർ ആയത് തന്നെ കാണുന്നത്. ഉണ്ടോ ഉണ്ടോ, പഞ്ഞിയാണ് ഈ സാധനം. അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന മരങ്ങളെല്ലാം ഇവിടെ പഞ്ഞി കൃഷി നടത്തുന്നതാണ് ഇവർ. കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ പറന്ന് വന്നിട്ട് വീഴുന്ന പഞ്ഞിയാണ് ആ റോഡ് സൈഡിൽ മൊത്തം കാണുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി കൃഷിയാണ്, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ നാഗ്പൂരേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ച. മെയിനായിട്ടുള്ള കാഴ്ച ഇതാണ്. അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങാം. നമുക്ക് 2 മണിക്കൂറും കൂടി ഉള്ളൂ. 2 മണിക്കൂറും കഴിഞ്ഞ് നമ്മൾ നാഗ്പൂരെത്തും. അപ്പോൾ ഈ നമ്മളുടെ ഫ്രണ്ടിൽ ഒരു സൂപ്പർ കാഴ്ച പോകുന്നുണ്ട്. ഒട്ടകം 1 2 3 4 ഒട്ടകമുണ്ട്. ആയി നല്ല രസം. അപ്പോൾ 4 ഒട്ടകത്തിനെ കൊണ്ട് അണ്ണന്മാർ പോകുന്നുണ്ട് നേരെ. എങ്ങോട്ടാണാവോ? എന്തായാലും മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കടന്നു. ഇനി നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തും. 2 മണിക്കൂർ എന്നാണ് കാണിച്ചത്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്കവിടെ ഓടാനുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഓടിയെത്തിയ ശേഷം നമുക്ക് മഹാരാഷ്ട്രയിൽ എന്തായാലും നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല. അവിടെ നിന്ന് അടുത്ത ദിവസം തന്നെ നമ്മൾ നേരെ മധ്യപ്രദേശിലേക്ക് സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര ടയേർഡായിരിക്കും. റൂമിൽ ചെല്ലുക. ഓയോ ത്രൂ ആണ് റൂം ബുക്ക് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഓയോ ത്രൂ റൂം ബുക്ക് ചെയ്യാൻ. നമുക്ക് ഏകദേശം ഒരു 1000-1500 അടക്കമാണ് നമുക്ക് റൂം റെൻറ്റ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ താഴെയുള്ള റൂമുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പോയി നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള റൂമുകളല്ല. അപ്പോൾ ഏകദേശം ഒരു 1000-1500 ബിറ്റ്വീൻ നമ്മൾ റൂം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ലൊക്കേഷൻ അടുത്ത് തന്നെയാണോ, ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഓടിയെത്താൻ പറ്റിയ ലൊക്കേഷൻ അടുത്ത് തന്നെയാണോ റൂമിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ. പിന്നെ അതുപോലെ നമ്മളുടെ വണ്ടിയുടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വണക്കം, ബായ്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ സപ്പോർട്ടും സവർണം പ്രതീക്ഷിക്കുന്നു. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വണക്കം, ബായ്.